കബ്സയൊക്കെ എല്ലാവർക്കും ഇഷ്ടാവില്ലേ? ഇന്ന് ഞാൻ നല്ല രുചികരമായിട്ടുള്ളൊരു കബ്സയും അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഗ്രീൻ ചട്നിയാണ് കാണിക്കുന്നത്. ചിക്കൻ കബ്സയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മാഗ്നേറ്റ് ചെയ്യാൻ ഞാനിവിടെ ആവശ്യത്തിന് ഉപ്പ്, പെപ്പർ പൗഡർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ മാഗ്നേറ്റ് ചെയ്ത് 1 മണിക്കൂർ വെക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ വളരെ നല്ലത്. അതിന് ശേഷം സൺഫ്ലവർ ഓയിലിൽ ഇത് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. നമ്മൾ തുറന്ന് വെച്ച് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങോട്ട് ഫ്രൈ ആയി വരും. ഉൾവശം വെന്ത് വരില്ല. നല്ല ജ്യൂസി ആയിട്ട് നല്ല കുക്കായി കിട്ടണമെങ്കിൽ നമ്മൾ അടച്ച് വെച്ചിട്ട് വേണം ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ. നമ്മൾ സാധാരണ കബ്സ റെഡിയാക്കുമ്പോൾ ആ ചിക്കനൊക്കെ ആ ഒരു റൈസിൻ്റെ കൂടെ ബോയിൽ ചെയ്തിട്ട് അങ്ങനെയാണ് റെഡിയാക്കാറ്. അപ്പോൾ അതിൻ്റെ ആ ഒരു വെള്ളത്തിൽ ആ ഒരു റൈസിലും നന്നായിട്ട് ചിക്കൻ്റെ ഫ്ലേവർ ഉണ്ടാവും. എന്നാൽ ആ ചിക്കൻ കഴിക്കാൻ വലിയ രുചിയൊന്നും ഉണ്ടാവില്ല അല്ലേ. നമ്മളിതുപോലെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നല്ല ഫ്ലേവറും ആയിരിക്കും, ചിക്കൻ കഴിക്കാനും നല്ല രുചിയായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കബ്സ റെഡിയാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് റെഡിയാക്കി നോക്കണേ. ഞാനിവിടെ 2 ബാച്ചായിട്ടായിരുന്നു ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മൾ നല്ലപോലെ കുക്കാക്കി എടുക്കണം. ഇനി ഇത് റൈസിൻ്റെ കൂടെ ഒരുപാട് കുക്കിംഗ് ടൈമൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് ചിക്കന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓയിലിൽ ഞാനിവിടെ ഒരു 5 ടൊമാറ്റോ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഈ ടൊമാറ്റോ ഓയിലൊന്നും ഫ്രൈ ചെയ്തെടുത്താൽ നല്ല രുചിയായിരിക്കും. പിന്നെ നമ്മൾ ടൊമാറ്റോ ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കൂടുതൽ ഓയിലുള്ളത് ഞാനൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് തിരിച്ചും മറിച്ചിട്ടിട്ട് അടച്ച് വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. പെട്ടെന്നായി കിട്ടും. നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ റെഡിയാക്കാൻ പറ്റുന്ന, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇതിനൊക്കെ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് സ്പെഷ്യലായിട്ട് നമുക്ക് പെട്ടെന്ന് നമുക്കൊരു റൈസ് കഴിക്കണം തോന്നുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കബ്സയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിൽ ഇതുപോലെ റൈസിൻ്റെ വെറൈറ്റി റെസിപ്പികൾ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാം ഒന്ന് കണ്ട് ട്രൈ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത്. ഇതിന് 2 വശവും നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് ഈ ഓയിലിൽ നിന്നും നമുക്ക് ഒന്ന് മാറ്റി കൊടുക്കണം. ഇതിൻ്റെ ആ ഒരു തൊലി ഒന്നും ഞാൻ കളയുന്നില്ല. ഇതെല്ലാം കൂടിയാണ് ഇനി ഇത് മിക്സിയിൽ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കേണ്ടത്. തൊലി മാറ്റേണ്ടവർക്ക് ആ ഒരു തൊലി മാറ്റി കൊടുക്കാവുന്നേ ഉള്ളൂ. ഇതിൽ ഇങ്ങനെ ഇത് എക്സസ്സായി കിടക്കുന്ന ഈ ഒരു ഇതിൻ്റെ ആ ഒരു സീഡും തൊലിയുടെ പീസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. ഇനി ഓയിലിൽ തന്നെയാണ് നമ്മൾ 2-3 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒന്ന് സോട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഈ ഓയിൽ മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ല ഫ്ലേവറുള്ള ഒരു ഓയിലാണ്. അല്പം കൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അടച്ച് വെച്ചാൽ പെട്ടെന്നായി കിട്ടും. ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഈ ഒരു സ്റ്റേജിൽ. ഇനി മിക്സിയിൽ നമുക്കൊന്ന് കുറച്ച് പൗഡർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കറുവപ്പട്ട, ചെറിയ ജീരകം, കുരുമുളക് പൊടിയാണ് ചേർത്തത്. കുരുമുളകാണെങ്കിൽ അങ്ങനെയും ചേർക്കാം. നല്ല പോലെ ഒരു ഫൈൻ പൗഡർ ആക്കി എടുക്കുക. ഇതാണ് ഇതിൻ്റെ ഒരു ഫ്ലേവർ കൊടുക്കുന്നത്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന റെഡിമെയ്ഡായിട്ട് നമുക്ക് കിട്ടുന്ന ഇതുപോലുള്ള പൗഡറുകളൊന്നും നമുക്ക് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ അടുക്കളയിലുള്ള ഇത്ര ഐറ്റംസ് വെച്ചിട്ട് പൊടിച്ചിട്ട് നമുക്ക് ഈ ഒരു കബ്സ റെഡിയാക്കി എടുക്കാം. ഞാൻ ഒരു ടൊമാറ്റോ നല്ലപോലെ ചൂട് പോയിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തു. ഇനി ഒരു പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മിക്സിയിൽ പൊടിച്ച് വെച്ചല്ലോ, അത് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കണം.
ഇനി ഒരു 3 പച്ചമുളക് കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുകയാണ്. വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നല്ലപോലെ പേസ്റ്റാക്കി എടുത്തു. ഇനി നമുക്ക് ഈ ഉള്ളി നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഉള്ളിയുടെ പീസ് കിടക്കാൻ പാടില്ല. നമ്മൾ റൈസ് കഴിക്കുമ്പോൾ ഇതിൽ നമ്മൾ സവാള ചേർത്തു എന്ന് അറിയാൻ പോലും പാടില്ല. അത്രയും ഉള്ളി നന്നായിട്ട് സോഫ്റ്റാക്കി എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു പേസ്റ്റ് ചേർക്കേണ്ടത്. ഞാൻ മിക്സിയിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിലോട്ട്. ഇനി ആവശ്യമെങ്കിൽ മാത്രം നിങ്ങൾക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഉള്ളിയിൽ ഈ ഒരു മസാല നല്ലപോലെ പിടിച്ചാൽ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം ഇതിലോട്ട്. നന്നായിട്ട് സോട്ടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു മസാല തിക്നെസ് കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. എല്ലാവർക്കും അറിയാലോ, കബ്സയൊക്കെ നല്ല ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കുക. വെള്ളം പോലെ ആയിക്കഴിഞ്ഞാൽ അത് നമ്മൾ കഴിക്കുമ്പോൾ ആ ഒരു രുചി കിട്ടത്തില്ല. അപ്പോൾ ഈ ഒരു മസാല നമ്മൾ ചേർത്തു എന്ന് അറിയാൻ പോലും പാടില്ല. അത് റൈസിൻ്റെ കൂടെ ആകുമ്പോൾ ഇനി ഇതിൽ ഇങ്ങനൊരു മസാല ചേർത്തത് അറിയത്തേ ഇല്ല കേട്ടോ. എല്ലാം റൈസിൻ്റെ കൂടെ ഈ ഒരു ചിക്കൻ്റെ കൂടെയും മിക്സായി പെട്ടെന്ന് കിട്ടും. ഇത് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. അതേസമയം ഞാനിവിടെ റൈസ് വേവിക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഡ്രൈ ലെമൺ എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ്, കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, കുറച്ച് കുരുമുളകും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. ഒരു 2 സ്പൂണൊക്കെ മതിയാവും. ഞാനിവിടെ 1 മണിക്കൂർ മുൻപേ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ബസ്മതി റൈസ്. 1 kg ആണ് എടുത്തത്. അത് നന്നായിട്ട് ഒന്നുകൂടി കഴുകി ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്, ഈ തിളച്ച വെള്ളത്തിലോട്ട്. ബസ്മതി റൈസ് എപ്പോഴും നമ്മൾ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും നല്ല പോലെ ഒന്ന് സോക്ക് ചെയ്തെടുക്കണം, എങ്കിലേ ഇത് കുക്കായി കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് ഒരുപാട് ടൈം എടുത്ത് നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ടി വരും. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റിൻ്റെ അകത്ത് തന്നെ ഈ റൈസ് ഊറ്റിയെടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇടയ്ക്ക് ഇളക്കിയിട്ട് നമുക്ക് വെന്ത ടൈമിൽ ഇതുപോലെ ഒരു ഹോൾസുള്ള പാത്രത്തിലോട്ട് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. ഈ ഒരു റൈസിനും നല്ലൊരു ഫ്ലേവർ തന്നെയാണ് നമ്മൾ ആ സ്പൈസസ് എല്ലാം ചേർത്തതുകൊണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ ആ ഒരു ചിക്കന് നമ്മൾ റെഡിയാക്കി എടുത്ത ചിക്കൻ ഇതിന് താഴ്ഭാഗത്തോട്ട് ഇട്ടിട്ട് ഇതിന് മുകളിൽ നമുക്ക് ആ റൈസ് ഇട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ളൊരു കബ്സയുടെ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് അല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. കൂടുതലൊന്നും വേണ്ട, 1 സ്പൂണൊക്കെ മതിയാവും. ഇത് അടച്ച് വെച്ചിട്ട് മുകളിൽ ഞാൻ കുറച്ച് കനലിട്ട് കൊടുക്കുന്നുണ്ട്. ഈ കനലില്ല എന്നുണ്ടെങ്കിൽ ഗ്യാസിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം മുകളിലൊരു പാത്രത്തിൽ വെച്ച് കൊടുത്താൽ മതി. ഇനി ഗ്രീൻ സോസ് ഉണ്ടാക്കിയെടുക്കാൻ ഞാനിവിടെ 2-3 തക്കാളി, അതുപോലെ ഒരു ഉള്ളി, സവാളയാണ് എടുത്തത്. പിന്നെ മല്ലിയില എടുക്കാം, കറിവേപ്പില, അതുപോലെ കൊറിയാണ്ടർ ലീവ്സും ഇതെല്ലാം കൂടി ഒരുമിച്ച് ഇട്ടാൽ മതി. കൊറിയാണ്ടർ ലീവ്സാണ് ഇതിന് ഏറ്റവും ഫ്ലേവർ, ആ ഒരു കളറും കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനൊരു പുളി ടേസ്റ്റ് കിട്ടാൻ വിനിഗറാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതിനൊരു മധുരം
പുളിയും എല്ലാം കൂടി നല്ലൊരു റിച്ച് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ടൊമാറ്റോ കെച്ചപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ ഒരല്പം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. എന്നാൽ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് ബാലൻസ്ഡ് ആയി കിട്ടും. നല്ലപോലെ മിക്സിയിൽ അരച്ചെടുക്കുക. നല്ല ടേസ്റ്റുള്ളൊരു ഗ്രീൻ സോസാണിത്. അപ്പോൾ എല്ലാവരും ഈ ഗ്രീൻ സോസും റെഡിയാക്കി നോക്കണേ. കബ്സയുടെ കൂടെയൊക്കെ കബ്സ മന്തിയുടെ കൂടെയൊക്കെ നന്നായിട്ട് മാച്ച് ആവുന്നൊരു സോസാണിത്. അപ്പോൾ നമ്മുടെ ആ ഒരു റൈസ് നല്ലതായിട്ട് ഇത് മുകളിൽ ഒന്ന് സ്റ്റീം വന്നു കഴിഞ്ഞാൽ നമുക്ക് സെർവ് ചെയ്യാം. കൂടുതൽ ടൈം തീയിനകത്ത് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ ഉണ്ട്. ചിക്കനും നല്ല രുചിയായിരിക്കും. നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ്റെ കൂടെ നല്ലൊരു കബ്സ റൈസാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ടേസ്റ്റിയായ റെസിപ്പി ആയിട്ട് അടുത്ത് തന്നെ വരാം. താങ്ക്